യേശുവെ നന്ദി. യേശുവെ നന്ദി. യേശുവെ മഹത്വം. യേശുവെ ആരാധന. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് ദൈവത്തോട് നന്ദി പറയാം. നമുക്ക് നല്ലൊരു ജീവിതം ദൈവം തന്നു. മറ്റുള്ളവരുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ദൈവം നമുക്ക് സ്നേഹനിധികളായ മാതാപിതാക്കളെ തന്നു. നല്ലൊരു കുടുംബത്തിൽ നമ്മുടെ ജനനമുണ്ടായി. നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളെയും ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഇനി നമ്മുടെ കണ്ണുകൾ തുറക്കാം. കഴിഞ്ഞ നാഷണൽ ഡേ ലീവിന് ഞാൻ 5 ദിവസത്തേക്ക് നാട്ടിൽ പോയി. കാരണം എൻ്റെ വചനം പറയുന്ന സാറ് പറഞ്ഞിട്ടുണ്ട്, ഒരു നല്ല ഭർത്താവാകാൻ ഒരു നല്ല ഭാര്യയ്ക്ക് വല്ലപ്പോഴും ഒക്കെ സർപ്രൈസ് കൊടുക്കണമെന്ന്. അതുകൊണ്ട് വചനം പറയുന്ന സാറ് പറഞ്ഞതനുസരിച്ച് ഞാൻ ആരോടും പറയാതെ നാട്ടിൽ പോയി. അങ്ങനെ നാട്ടിൽ പോയി വീട്ടിൽ കയറിയിരുന്ന് ഭാര്യയ്ക്കും മക്കൾക്കും ഒരു നല്ല സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തു. ഭാര്യ പറഞ്ഞു, ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയത് എന്ന്. നമ്മുടെ ബൈബിളിലും ഇതുപോലെ സർപ്രൈസ് വിസിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് 1-ാം അധ്യായത്തില് 39 മുതൽ 44 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, കസിനായ എലിസബത്തിനെ കാണാൻ വേണ്ടി വിശുദ്ധ മറിയം സന്ദർശിക്കാൻ പോകുന്നത്. അതെ, നമുക്കും ഇതുപോലെ ചെറിയ ചെറിയ സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുത്ത് നമ്മുടെ മക്കളെയും ഭാര്യയെയും സന്തോഷിപ്പിക്കാം. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പുകവലിയില്ല, മദ്യപാനമില്ല, ചീത്ത കൂട്ടുകെട്ടുകളില്ല, ആവശ്യത്തിൽ കൂടുതൽ സംസാരവുമില്ല, പൈസ അമിതമായി ചെലവാക്കുന്ന പ്രവൃത്തിയുമില്ല, സ്ത്രീകളുടെ മുഖത്തേക്ക് പോലും ഞാൻ നോക്കാറില്ല. ഇങ്ങനെയൊക്കെ നല്ല ഗുണങ്ങളുള്ള എന്നെ നന്നാക്കാൻ വേണ്ടി എൻ്റെ ഭാര്യ കല്യാണത്തിന് ശേഷം ഒത്തിരി ശ്രമിച്ചു. അവസാനം കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവൾ എന്നെയും കൊണ്ട് ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് 3 കൗൺസിലേഴ്സ് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവർ 3 പേരും പറഞ്ഞു, പിലാത്തോസിനെ പോലെ അവരും പറഞ്ഞു, അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇവൻ നിഷ്കളങ്കനാണ്, ഇവനിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. പക്ഷേ 3-ാമത്തെ കൗൺസിലറിനോട് എൻ്റെ കുഴപ്പങ്ങളെല്ലാം എൻ്റെ ഭാര്യ ആക്രോശിച്ച് പറഞ്ഞപ്പോൾ ആ കൗൺസിലർ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇവനിൽ ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല, എന്നാൽ നിന്നിൽ ഞാൻ ചില കുഴപ്പങ്ങളൊക്കെ കാണുന്നുണ്ട് എന്ന്. അപ്പോൾ തന്നെ എൻ്റെ ഭാര്യ എന്നെ നന്നാക്കുന്ന യജ്ഞം അവിടെ വെച്ച് മതിയാക്കി. ശരിക്കും പറഞ്ഞാൽ കുഴപ്പങ്ങളെല്ലാം എന്നിൽ തന്നെയാണ്. പക്ഷേ എൻ്റെ നിഷ്കളങ്കമായ അഭിനയത്തിന് മുമ്പിൽ അവരെയെല്ലാം ഞാൻ കളിപ്പിക്കുകയായിരുന്നു. പിന്നീട് ധ്യാനകേന്ദ്രത്തിൽ വെച്ച് അച്ഛൻ ദമ്പതികളെ പരസ്പരം ക്ഷമ ചോദിപ്പിക്കാൻ പഠിപ്പിച്ചു. ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം കമിഴ്ന്ന് കിടന്ന് കാലിൽ തൊട്ട് ക്ഷമ ചോദിക്കുക. അങ്ങനെ എൻ്റെ ഭാര്യ എൻ്റെ കാലിൽ തൊട്ട് ക്ഷമ ചോദിച്ചു. ആവശ്യത്തിന് കൂടുതൽ ദൈവം കണ്ണീർ കൊടുത്തിട്ടുണ്ടാണെന്ന് തോന്നുന്നു. എൻ്റെ ഭാര്യ എൻ്റെ കാലിൽ കരഞ്ഞ് ക്ഷമ ചോദിച്ചു. പിന്നീട് അച്ഛൻ പറഞ്ഞു, ഭർത്താക്കന്മാരും ഭാര്യയുടെ കാലിൽ തൊട്ട് ക്ഷമ പറയണമെന്ന്. ആ സാഹചര്യം ഞാൻ നന്നായിട്ട് വിനിയോഗിച്ചു. എൻ്റെ എല്ലാ തെറ്റുകൾക്കും കൂടി ഞാൻ ക്ഷമ പറയാൻ വേണ്ടി അവളുടെ പാദത്തിൽ തൊട്ടു. എന്തെന്നറിയില്ല, അപ്പോൾ ഞാനൊരു അശരീരി പറയുന്നത് കേട്ടു, ഇവൻ നല്ലവനാണ്, എവി സാറ് സൂപ്പറാണ്, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. എന്നാലും കഠിനമായ ദുഃഖത്തോടുകൂടി മനസ്താപത്തോടുകൂടി ഞാൻ എൻ്റെ ഭാര്യകളുടെ കാലുകൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ക്ഷമ പറഞ്ഞു.
എന്റെ ക്ഷമപറച്ചിലിന്റെ തീക്ഷ്ണത കൊണ്ടാണെന്ന് തോന്നുന്നു ഭാര്യയുടെ കണ്ണിൽ നിന്നും ആനന്ദ ആശ്രു ധാരധാരായി ഒഴുകാൻ തുടങ്ങി. അതെ, ആ അവസരം ഞാൻ നന്നായി മുതലാക്കി. അവളുടെ കാലുകളിൽ ഞാൻ ഊടുപാടെ പിച്ചി. എന്റെ പറച്ചിലിന്റെ ആധിക്യം കാരണം അവൾ വേദന കൊണ്ട് അവളുടെ മാതാവിനെ വിളിച്ചു. അന്ന് അവൾ ഒരു കോലടിച്ചിട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ നന്നാക്കൽ ഞാൻ പരിപാടി നിർത്തി. ദൈവം തമ്പുരാൻ പോലും ഇറങ്ങി വന്നാൽ പോലും നിങ്ങളെ നന്നാക്കാൻ സാധിക്കില്ല എന്ന് ഒരാശംസയും എനിക്ക് തന്നു. കഴിഞ്ഞ മാസം ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, എന്താണ് ഭയങ്കര മാറ്റമാണല്ലോ, ഭാര്യയ്ക്ക് സർപ്രൈസ് ഒക്കെ തരുന്നല്ലോ, നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു എന്നൊക്കെ കേട്ടല്ലോ, പ്രെയർ മീറ്റിങ്ങിന് പോകുന്നു. 10 വർഷമായി ഞാൻ എൻ്റെ കയ്യിലെ 18 അടവ് എടുത്തിട്ട് പോലും എന്താണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണം, നിങ്ങളാകെ മാറിപ്പോയല്ലോ എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഒരേ ഒരു കാര്യമേ സംഭവിച്ചോളൂ, എന്നിൽ നിന്നും ഒരു ബാധ ഒഴിഞ്ഞു പോയി, അപ്പോൾ ഞാൻ നന്നായി എന്ന്. ഇന്നത്തെ സ്പീച്ച് ഇത്തിരി ലെന്തിയായിരിക്കും, കാരണം സ്വപ്ന ചേച്ചി നാട്ടിൽ പോയതുകൊണ്ട് സോജി ചേട്ടൻ എന്നോട് പറഞ്ഞു ഇന്നത്തെ സ്പീച്ച് ഇത്തിരി വലിച്ചു നീട്ടിക്കോളാൻ. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ സ്പീച്ച് ഇത്തിരി വലിച്ചു നീട്ടാൻ പോവുകയാണ്. ഇന്നത്തെ സ്പീച്ച് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു സിനിമയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ടോപ്പിക്കാണ്. ആ സിനിമയുടെ പേര് പീസ് ബുക്ക്. തെറ്റിദ്ധരിക്കല്ലേ, സമാധാന പുസ്തകം. കഴിഞ്ഞ ദിവസം എൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ മെമ്പേഴ്സായ ഒരാൾ എന്നോട് ചോദിച്ചു, ടീനേജ് മക്കളെ ഫോക്കസ് ചെയ്ത് ഒരു സ്പീച്ച് പറയാമോ എന്ന്. അതുകൊണ്ട് ഇന്നത്തെ സ്പീച്ച് ടീനേജ് മക്കൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എക്ലേസിയസ് 11 അധ്യായം 9 വാക്യത്തിൽ പറയുന്നു, ചെറുപ്പക്കാരെ, നിങ്ങൾ യൗവനം ആസ്വദിക്കുക, ചെറുപ്പത്തിലെ സന്തോഷമായിരിക്കുക, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ പിന്തുടരുക. പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക, ദൈവം നിങ്ങളുടെ പ്രവൃത്തികൾ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും. നമുക്ക് ആദ്യം തന്നെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കാം. 60 വയസ്സുള്ള ഒരാളെ 16 വയസ്സനാക്കാനുള്ള കഴിവുള്ള ഒരു മാജിക്കാണ് പ്രണയം. പ്രണയിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ പ്രണയമുള്ളവർ ഒന്ന് കൈവക്കുക എന്ന് പറഞ്ഞാൽ ആരും കൈവക്കില്ല. കഴിഞ്ഞ എൻ്റെ ഒരു സ്പീച്ച് കൊണ്ട് എൻ്റെ 16 പ്രണയങ്ങളാണ് തകർന്നു പോയത്. എൻ്റെ ഭാര്യ, ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എൻ്റെ ഭാര്യ ഫാദർ ജെറോമിനും രാജീവ് കൂട്ടുകാരനും ഒക്കെ ഒരു മെസ്സേജ് ഇട്ടു, എവി സാർ നന്നായി, അതുകൊണ്ട് ഇനി ആരും മെസ്സേജ് അയക്കണ്ട എന്ന്. അല്ലെങ്കിലും എല്ലാ ആണുങ്ങളുടെ പ്രണയം തകർക്കുന്നത് ഒരു പെണ്ണാണ്. ചിലപ്പോൾ കാമുകി, ഭാര്യ, പെങ്ങൾ, അമ്മ, എന്തായാലും ഒരു കറുത്ത കരങ്ങൾ ഇതിനൊക്കെ പുറകിലുണ്ടായിരിക്കും. ഷാറുഖ് ഖാനൊക്കെ വയസ്സായി പോയത് നന്നായി. കാരണം അദ്ദേഹമാണ് എന്നെ പോലെയുള്ള ആൾക്കാരെ പ്രണയിക്കാൻ പഠിപ്പിച്ചത്. പ്രണയം അതൊരു വികാരമാണ്. അത് ഒരിക്കൽ തോന്നുന്ന ഒരു പ്രത്യേക ടൈമുള്ള വികാരം. എന്നാൽ എത്ര വർഷം കഴിഞ്ഞാൽ പോലും മറക്കാൻ പറ്റില്ലാത്ത ഒരു ഫീലിംഗ് ആണ് പ്രണയം. പ്രണയിച്ച ആളുകളുമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. സിനിമ നമ്മളെ പ്രണയിക്കാൻ പഠിപ്പിക്കും. പക്ഷേ നമ്മുടെ പ്രണയം തകർന്നാൽ എങ്ങനെ ജീവിക്കണമെന്ന് ഒരു സിനിമയും നമ്മളെ പഠിപ്പിക്കുന്നില്ല. പ്രണയം അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ്. അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. നമ്മുടെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മളെ ഹാർട്ടാണ് നമ്മളെ പ്രണയത്തിലേക്ക് വീഴ്ത്തുന്നത്. സിനിമകൾ നമ്മളെ പ്രണയത്തിലാക്കാൻ പഠിപ്പിക്കും. പക്ഷേ ആ പ്രണയം തകർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഷോക്കിൽ നിന്ന് എങ്ങനെ കരകയറണമെന്ന് നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല. ഒരു പ്രണയം തകർന്നാൽ ഒരു ഗ്ലാസ് കയ്യിൽ നിന്ന് നിലത്ത് പോയാൽ എങ്ങനെ പൊട്ടിപ്പോകുന്നോ അതേപോലെ നമ്മുടെ ഹാർട്ടും തകർന്നു പോകും.
നിങ്ങൾ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടാവും. പണ്ട് ഒരു വിദ്യാർത്ഥി വീട്ടിൽ കയറി BDS പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ വെടിവെച്ച് കൊന്നു. അതിനുശേഷം അവനും സ്വയം വെടിവെച്ച് മരിച്ചു. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്? എല്ലാവരും പറയും ഒരു പ്രണയ തകർച്ചയ്ക്ക് ശേഷം മൂവ് ഓൺ എന്ന്. മനസ്സുകൊണ്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളുടെ ഹാർട്ട് ഓരോ നിമിഷവും നമ്മുടെ പ്രണയ നിമിഷങ്ങളെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ മകന് ആ ക്രൂരകൃത്യം ചെയ്തത് എന്ന്. അവന്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഉണ്ടാകില്ല ആ പ്രണയത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെ എപ്പോഴും തികട്ടി വരും. അവന് സ്വസ്ഥമായിട്ട് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല. അവന്റെ പ്രണയിനിയെ അവൻ സ്വപ്നം കാണാൻ തുടങ്ങും. അങ്ങനെ ഒരു ദിവസം പോലും ഉണ്ടാവില്ല അവളെ അവൻ സ്വപ്നം കാണാത്തത്. അവന്റെ നഷ്ടപ്പെടലിനെ ഓർത്ത് അവൻ കരയാത്ത ദിവസങ്ങളിൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അങ്ങനെ അവന് ജീവിക്കാനുള്ള ഇഷ്ടം പോലും അവന്റെ ജീവിതത്തിൽ നിന്ന് പോകും. സ്വന്തം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് എന്ന് കരുതി ആരും ആത്മഹത്യ ചെയ്യാറില്ല. പക്ഷേ സ്വന്തം കാമുകൻ അല്ലെങ്കിൽ കാമുകി നഷ്ടപ്പെട്ടുവെന്ന് പോയാൽ ചിലർ അവർ ആ നഷ്ടപ്പെടലിനെ താങ്ങാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ സൂയിസൈഡ് ചെയ്യുന്നു. ദൈവം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ വേദനകൾ തരുന്നത്? നിങ്ങൾ ഈ വേദനകളിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളൊരു ബോയിൽ നിന്ന് മാനായി തീരും. നിങ്ങളൊരു ഗേളിൽ നിന്ന് വുമനായി തീരും. പ്രണയിച്ചവർക്ക് എല്ലാവർക്കും അവർ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം കിട്ടിയിട്ടില്ല. കിട്ടിയവർക്ക് അവർക്ക് അതിന്റെ വിലയും അറിയില്ല. എല്ലാവർക്കും ഐശ്വര്യയെ കല്യാണം കഴിക്കാമെന്ന ആഗ്രഹം. എന്നാലും ആരെങ്കിലും കല്യാണം കഴിക്കാതിരിക്കുന്നുണ്ടോ? ഐശ്വര്യയെ കല്യാണം കഴിച്ച ആളുടെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാലോ. ആഗ്രഹിച്ചതെല്ലാം എല്ലാവർക്കും കിട്ടിയാൽ പിന്നെ ജീവിതത്തിൽ എന്താണ് ഒരു ത്രില്ലുള്ളത്? പ്രണയത്തിൽ ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്. എല്ലാ ദിവസവും എണീറ്റ് ഗുഡ് മോർണിംഗ് എന്നുള്ള മെസ്സേജ് ഇടണം. പിന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നല്ലതാണ്, ഇന്ന് കാണാൻ നല്ല രസമുണ്ട് എന്നൊക്കെ നുണകൾ പറയണം. പിന്നെ എല്ലാ ദിവസവും കാണാൻ പോകണം. കണ്ടാൽ മാത്രം പോരാ, ഐസ്ക്രീം, പിന്നെ ബേക്കറിയിൽ പോയി ജ്യൂസ്, സ്വീറ്റ്സ് ഇതൊക്കെ മേടിച്ചു കൊടുക്കണം. പിന്നെ ബേക്കറിയിലിരുന്ന് അല്ലെങ്കിൽ പാർക്കിലിരുന്ന് മണിക്കൂറുകളോളം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം. പുതിയ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമ കാണാൻ കൊണ്ടുപോകണം. ഇതിലും പാട് ഒരു ദിവസം തന്നെ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് എന്തോരം കള്ളങ്ങൾ പറയണം. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സമയനഷ്ടം, ധനനഷ്ടം, മാനനഷ്ടം. ആകെ കൂടിയുള്ളത് ലാഭം എന്ന് വെച്ചാൽ കുറച്ചു നേരത്തേക്ക് ഒരു പ്രത്യേക ഫീലിംഗ് ആയിരിക്കും. പക്ഷെ ആ ഫീലിംഗ് US നിന്ന് നല്ലൊരു ചെക്കൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തിരി കൂടി സൗന്ദര്യം കൂടിയുള്ള ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അവൾ പറയും, അല്ലെങ്കിൽ അവൻ പറയും, നീ എനിക്ക് മരിച്ചുപോയ ബ്രദറിനെ പോലെയോ അല്ലെങ്കിൽ സിസ്റ്ററിനെ പോലെയോ ആയിരുന്നു എന്ന് പറഞ്ഞ് അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകും. പ്രണയത്തിൽ വീഴാത്തവരായി ഈ ലോകത്ത് ആരുമില്ല. ഞാനും നിങ്ങളെ പോലെ വർഷങ്ങൾക്ക് മുമ്പ് പ്രണയത്തിൽ വീണിട്ടുണ്ട്. പക്ഷേ തോൽവികൾ കൊണ്ട് ജീവിതത്തിൽ എന്നും ഒന്നും ആകില്ല എന്നുള്ള പേടി കൊണ്ട് ഞാൻ അവൾക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ എന്നോർത്ത് ഞാൻ ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഇന്നും ഞാൻ അവളെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം പ്രണയിക്കുന്നതിന് ലോകത്തിൽ ഒരിടത്തും ടാക്സ് ഇല്ലല്ലോ. ഇവിടെയാണ് നമ്മൾ പ്രണയത്തിന്റെ സൈഡ് എഫക്ട്സുകൾ കാണാൻ പോകുന്നത്. നമ്മുടെ മനസ്സ് തീരുമാനിക്കുന്നത് പോലെ ഹാർട്ട് കേൾക്കില്ല. കാരണം പ്രണയം എന്ന വികാരം ഉണ്ടാകുന്നത് ഹാർട്ടിൽ നിന്നാണ്, അല്ലാതെ മൈൻഡിൽ നിന്നല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം ഉണ്ടാകില്ല നിങ്ങൾ ആ ആളെ അല്ലെങ്കിൽ ആ പാർട്ട്ണറെ ഓർക്കാത്തതായിട്ട്. എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ട്
അവരെ തിരഞ്ഞുകൊണ്ടു പോകും. നിങ്ങൾ അവരെ സ്വപ്നം കാണാത്ത ഒരു ദിവസവും ഉണ്ടാകുകയില്ല. നിങ്ങൾ നിങ്ങളുടെ നഷ്ടത്തെ ഓർത്ത് കരയാത്ത ഒരു ദിവസവും ഉണ്ടാകുകയില്ല. നിങ്ങൾ അറിയാതെ ഒരു ഡിപ്രഷനിലേക്ക് പോകും. നിങ്ങളിൽ ദേഷ്യം എന്ന വികാരം കൂടുതലായി ആയി വരും. നിങ്ങളുടെ ജീവിതത്തെ തന്നെ വെറുത്തും തുടങ്ങും. ഈ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർ സൂയിസൈഡും ചെയ്യും. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ്. ഈ ലോകത്ത് പ്രണയവും പ്രണയ തകർച്ചയും ജയവും തോൽവികളും ഉണ്ടാകാത്തവരായി ആരുമില്ല. നമ്മൾ മനുഷ്യരെ പ്രണയിച്ചാൽ അവർ ചിലപ്പോൾ ചതിക്കപ്പെട്ടേക്കാം. കാരണം മനുഷ്യർ സമയത്തിനനുസരിച്ച്, കാലചക്രങ്ങൾ നീങ്ങുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രണയിക്കുക. പുസ്തകങ്ങളെയും എഡ്യൂക്കേഷനെയും പ്രണയിക്കുക. നിങ്ങൾ ഒരിക്കലും തോറ്റുപോകുകയില്ല. ഈ കഴിഞ്ഞ ഷോർട്ട് ലീവിൽ ഞാൻ നാട്ടിൽ ഒരു ബാർബർ ഷോപ്പിൽ പോയി. അവിടെ ബാർബറായി വർക്ക് ചെയ്യുന്നത് എൻ്റെ കൂട്ടുകാരനാണ്. ചെറുപ്പത്തിൽ ഞങ്ങൾ 8, 9, 10 ക്ലാസ്സുകളിൽ ഒരുമിച്ചാണ് എൻ്റെ സൈക്കിളിൽ യാത്ര ചെയ്തത്. 10ാം ക്ലാസ്സിന് ശേഷം അവൻ പഠനം നിർത്തി. അവൻ ബാർബർ ഷോപ്പിൽ അവൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാനും ഓർത്തു, എന്തിനാ പഠിക്കണത്, ഞാനും അവനെ പോലെ ജോലി സ്റ്റാർട്ട് ചെയ്താലോ എന്ന്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അവൻ്റെ അടുത്ത് മുടി വെട്ടിക്കാൻ ചെന്നപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ഞാൻ എന്തെടുക്കുന്നു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ പഠിപ്പിക്കുകയാണ്. ഞാനും ജോലി ചെയ്യുന്നു, അവനും ജോലി ചെയ്യുന്നു. പക്ഷേ ആർക്കാണ് കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്നത്? എനിക്ക്. കാരണം എന്താണ് എനിക്ക് കൂടുതലായിട്ട് റെസ്പെക്റ്റ് നേടിത്തന്നത്? അത് എൻ്റെ എഡ്യൂക്കേഷനാണ്. അതുകൊണ്ട് ചെറിയ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ യൗവനത്തിൽ പ്രണയത്തിൻ്റെ പുറകെ പോകാതെ നിങ്ങൾ എഡ്യൂക്കേഷൻ്റെ പുറകെ പോവുക. നിങ്ങളുടെ ഊർജവും ബുദ്ധിയും കഴിവും എല്ലാം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വിജയങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. പ്രണയത്തിൻ്റെ പരാജയത്തിൽപ്പെട്ടാൽ നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകും. നിങ്ങൾ നിങ്ങളുടെ ദിവസങ്ങൾ കരഞ്ഞു തീർക്കും. അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എക്സസൈസാണ്. ആണായാലും പെണ്ണായാലും നമ്മൾ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി നമ്മുടെ ബ്രെയിനിൽ നിന്ന്, ദുഷിച്ച ചിന്തകളിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടും. ചില കുട്ടികൾ പ്രണയ നിരാശയം മൂലം മദ്യപാനത്തിലേക്ക് പോകുന്നുണ്ട്. അവർ കൂട്ടുകാരുമൊത്ത് ഇരുന്ന് പ്രണയ നിരാശയിൽ മദ്യപാനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടുമില്ല മദ്യപാനം മൂലം അയാളുടെ ദുഃഖങ്ങൾ അവസാനമുണ്ടായത്. മദ്യം കുടിച്ചതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയവും വീണ്ടെടുത്തതായി ഞാൻ കേട്ടിട്ടില്ല. മദ്യം അത് നിറച്ച് ഹൈ ഡെൻസിറ്റി ഷുഗറാണ്. അത് ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ക്യാൻസർ എന്ന രോഗം ഉണ്ടായേക്കും. ചില കുട്ടികൾ എൻ്റെ പ്രണയം തകർന്നുപോയി എന്ന് പറഞ്ഞ് ദൈവം തന്നിരിക്കുന്ന നല്ല ജീവിതം ഇല്ലാതാക്കി കളയുന്നവരുമുണ്ട്. ഒരു മരണം കൊണ്ടും ഒരു പ്രോബ്ലവും ഒരിക്കലും സോൾവ് ആകുന്നില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു കോടിപതിയായ ഒരു ബിസിനസ്മാൻ തൻ്റെ ബിസിനസ്സിൽ നഷ്ടം വന്നപ്പോൾ തങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന ആ ബിൽഡിങ്ങിൽ നിന്ന് അയാൾ എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈഫ് 1 വർഷം കൊണ്ട് ആ നഷ്ടപ്പെട്ട ബിസിനസ് തിരിച്ചു പിടിച്ചു. എനിക്ക് മക്കളോട് പറയാനുള്ളത്, പ്രാർത്ഥന. ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് അടുത്ത് നിന്നാൽ അതിനുള്ള വഴിയാണ് പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവവുമായി പ്രണയത്തിലാകുകയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റുപറയുമ്പോൾ ദൈവം നമുക്ക് നമ്മുടെ അവസ്ഥകൾ കണ്ട്
നമുക്ക് നല്ല കൂട്ടുകാരെ തരും. അല്ലെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് നമ്മളെ കരകയറ്റാൻ വേണ്ടി ഒരു വഴി നമുക്ക് കാണിച്ചു തരും. നമ്മൾ വളരുമ്പോൾ ഇതുപോലുള്ള പല തകർച്ചകളിലൂടെയും ദൈവം നമ്മളെ കടത്തിവിടും. ഇത് നിങ്ങളെ കൂടുതൽ തളർത്താൻ വേണ്ടിയല്ല, പകരം വളർത്താൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നം ക്ലിയർ ആയിട്ട് ഒരു ഡയറിയിൽ എഴുതിയാൽ ആ പ്രശ്നങ്ങളുടെ പരിഹാരം പകുതി, അല്ലെങ്കിൽ ആ പ്രശ്നം പകുതി സോൾവ് ആകും. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, പുസ്തകങ്ങളിൽ ഉള്ളതാണ്. ജീവിതം അത് നിങ്ങൾക്ക് ഒരിക്കലേ കിട്ടും. അത് ആസ്വദിച്ച് ജീവിക്കുക. ഷാറൂഖ് ഖാൻ പറഞ്ഞിട്ടുണ്ട്, ഇസ് ദുനിയാ മേ സുന്ദർ സുന്ദർ ലഡ്കിയാ ഹൈ. അതായത് കേരളത്തിൽ മാത്രമല്ല സുന്ദരികളായ പെൺകുട്ടികളുള്ളത്. അതുകൊണ്ട് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി പോയി എന്ന് പറഞ്ഞ് ജീവിതത്തിൽ കരഞ്ഞ് ജീവിതം തീർക്കാതെ ആ ജീവിതം ആസ്വദിച്ച് ജീവിക്കുക. ഓരോ ദിവസവും നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ജീവിത ലക്ഷ്യത്തോടു കൂടി ജീവിക്കുക. പ്രശ്നങ്ങളെക്കുറിച്ച് കരഞ്ഞുകൊണ്ട് ഈ ലോകത്തൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതിന് പ്രവൃത്തി കൊണ്ട് മാത്രമേ ഈ ലോകം മാറിയിട്ടുള്ളൂ. അതുകൊണ്ട് കുട്ടികൾ പ്രാർത്ഥിച്ച് ദൈവത്തിനോട് ചേർന്ന് നിൽക്കുക. ദൈവത്തോട് ദിവസവും പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.